ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ലഞ്ച് ബോക്സൊക്കെ പറ്റി നല്ല അടിപൊളി റെസിപ്പിയും ക്ലീനിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് ഒന്ന് കണ്ടോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കുക കേട്ടോ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഈ ചാനലും ഇതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ ബിസിയായി പോകും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ മറന്നു പോകും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സേമിയ വെച്ചിട്ട് ഒരു നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം ഒരു അരിപ്പിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ മേലെ നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സവാള ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ബീൻസ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാബേജും കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെറുതായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണ് സോയാ സോസ് ഉണ്ടല്ലോ അതും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എൻ്റെ അടുത്ത് സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് വേണ്ടി വരുമ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായി റെഡിയായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട്. എങ്ങനെയുണ്ട് പറയും? സൂപ്പർ. ഇസു ഇണ്ട് തിന്ന് സൂപ്പറാ. അല്ല, മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലഞ്ച് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്യാബേജ് തോരനും സോയാബീൻ പൊരിച്ചതാണ് കേട്ടോ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്യാബേജ് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കണ്ട് അടച്ച് വെച്ച് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതവിടെ അടച്ച് വെച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ടിഫിൻ ബോക്സിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചോറും പിന്നെ ക്യാബേജ് തോരനും സോയാബീൻ പൊരിച്ചതാണ് അതാക്കിയെടുക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് മീൻ പൊരിച്ചത് കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കും ലഞ്ചിന് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മീൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും. മോന് സ്കൂളിൽ പോയിട്ട് ശേഷം ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഓന് ടിഫിൻ ബോക്സൊക്കെ കൊണ്ട് ഓന് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ മീൻ കറിയും റെഡിയാക്കി വെച്ചിട്ടോ.
ഇനി ഞാൻ അകം ഒന്ന് അടക്കി പൊറുക്കി വെച്ചതിന് ശേഷം ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ അകം മൊത്തത്തിൽ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലം അവിടെ ജനലൊക്കെ തട്ടിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. പൊടികളൊക്കെ തട്ടി ജനലും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അങ്ങനെ എന്നാൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. എനിക്കാണെങ്കിൽ ഒന്നിച്ച് മൊത്തത്തിൽ ചെയ്യാൻ പറ്റില്ല, മോളൊക്കെ അല്ലേ, അപ്പോൾ മൊത്തത്തിൽ നടക്കില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യൽ കേട്ടോ. ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ, ഇപ്പം ഞാൻ ഇന്ന് ഹാളാണ് ചെയ്യണത്. അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പം നമ്മൾ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ കൂടെ ഇതുകൂടിയും കഴിഞ്ഞും കിട്ടും. പിന്നെ നമ്മൾ ക്ലീനിങ്ങും വീട് മൊത്തം ക്ലീനായി കിട്ടും. പൊടികളൊന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെ ക്ലീനായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ആണ് ശ്രദ്ധിക്കൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. എന്നാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മൊത്തം ക്ലീനായി കിട്ടും. ഇപ്പം 9 മണിയായപ്പോഴത്തേന് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂറിനുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം ക്ലീനാക്കിയിട്ട് അടിച്ചു വാരി തുടച്ചു കൂടി ഇട്ടാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പണിയും കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു 10-11 മണി ആകുമ്പോഴേക്കും നമ്മളെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുകയും ചെയ്യാം കേട്ടോ. ഞാൻ എന്ത് പണിക്കാണെങ്കിലും ഓളുണ്ട് കേട്ടോ ഒപ്പം സഹായത്തിന്. അടിച്ചു വരുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ചൂല് കിട്ടിയാൽ ഓളും അടിച്ചു വരും. ഭയങ്കര സഹായമാണ്. അങ്ങനെ നമ്മൾ ഇപ്പം മഴയൊക്കെയല്ലേ, അപ്പോൾ നല്ല ഈ വെള്ളമൊക്കെ നിന്നാൽ സ്മെല്ലേക്കാരം. അപ്പോൾ സ്മെല്ലിന് എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ പുൽത്തൈലം അങ്ങനെ എന്തെങ്കിലും ഒറ്റിച്ചതിന് ശേഷം ടേബിളൊന്ന് തുടച്ചു. അതുപോലെ തന്നെ ടേബിളിൻ്റെ അടി ഉണ്ടല്ലോ അതൊന്ന് തുടച്ചിട്ട് ചെയറൊക്കെ ഒന്ന് തുടക്കുക. ചെയറൊന്ന് ഉണങ്ങിയ കഷ്ണം കൊണ്ട് തുടക്കണം കേട്ടോ നല്ലത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മരം ആയതുകൊണ്ട് അതിന് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണങ്ങിയ കഷ്ണം കൊണ്ടാണ് ഞാൻ തുടക്കണത് കേട്ടോ. അതിന് ചെയറൊക്കെ തുടച്ച് അതിൻ്റെ അടിയിലേക്ക് തന്നെ നീക്കി വെച്ചിട്ടോ. ഇനി ജനലുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് വല്ലാതെ പൊടികളൊന്നും ഉണ്ടാവില്ല, എന്നാലും മാറാലൻ്റെതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ജനലുകൾ മൊത്തത്തിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കബോർഡും ഇതും ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ സ്മെല്ലിനൊരു ലിക്വിഡ് ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു സ്മെല്ലാവുമല്ലോ. ഇതാവുമ്പോൾ നല്ല ഫ്രഷ് സ്മെല്ല് ഉണ്ടാവും ചെയ്യും. ഈ സോഫൻ്റെ അടിയിലും ഒന്ന് തുടച്ചെടുത്താൽ അവിടെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നിന്നോളും. ഈ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്താൽ വീട് മൊത്തം ഫ്രഷായി ക്ലീൻ ആയിട്ടോ. ഇങ്ങനെ നമ്മളെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മളെ വീടിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ, നല്ല ക്ലീനായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.